തിരുവനന്തപുരത്തെ സ്പായിൽ വ്യാജരേഖകൾ ചമച്ച് ജോലി ചെയ്തിരുന്ന രണ്ട് ബംഗ്ലാദേശി സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാജരേഖകൾ ചമച്ച് ഇടപ്പഴഞ്ഞിയിലെ സ്പായിൽ ജോലി ചെയ്തിരുന്ന ബംഗ്ലാദേശികളായ റൂമ, റിമ ഷേഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. സ്ഥാപന ഉടമകളായ നീതു ഹുസൈൻ, ഹരികൃഷ്ണൻ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിച്ച വിവരത്തെ തുടർന്ന് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡാണ് സ്ഥാപനത്തിൽ പരിശോധന നടത്തി പിടികൂടിയത്. ഇവരെ റിമാൻഡ് ചെയ്തു. മ്യൂസിയം പോലീസ് കേസെടുത്തു. എമിഗ്രേഷൻ ഫോറിനേഴ്സ് നിയമപ്രകാരമാണ് ഇവർക്കെതിരെ നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഇടപ്പഴഞ്ഞി ജഗതിയിലെ പോൾ വെൽനസ് സ്പായിലാണ് ഇരുവരും ജോലി ചെയ്തിരുന്നത്. പാസ്പോർട്ടോ മറ്റ് യാത്രാരേഖകളോ ഇല്ലാതെയാണ് ഇവർ ഇവിടെ കഴിഞ്ഞുകൂടിയതെന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. സ്ഥാപന ഉടമകളായ നിഹു ഹുസൈൻ, ഹരികൃഷ്ണൻ എന്നിവരുടെ സഹായത്തോടു കൂടിയാണോ ഇവർ എത്തിയത് എന്നതിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബംഗ്ലാദേശികൾ കുടിയുറപ്പിച്ചിരിക്കുകയാണ്. വിവിധ സംഘടനകൾ ബംഗ്ലാദേശികൾക്കെതിരെ രംഗത്തും വന്നിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ബംഗ്ലാദേശികൾക്കെതിരെ രംഗത്ത് വന്നത്. ബംഗാളികൾ എന്ന പേരിൽ നുഴഞ്ഞുകയറി കേരളത്തിൽ താമസിക്കുന്ന ബംഗ്ലാദേശി പൗരന്മാരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നായിരുന്നു വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ പറഞ്ഞിരുന്നത്. കേരളത്തിലെത്തി അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശി പൗരന്മാർ ഭാവിയിൽ വലിയ വെല്ലുവിളിയാകും. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരായ ഇവർക്ക് വേണ്ട സംരക്ഷണവും പിന്തുണയും നൽകുന്നതിൽ ഇടതു വലതു മുന്നണികൾ കേരളത്തിൽ മത്സരിക്കുകയാണ്.